തള്ള വൈബല്ല, വൈബ് തള്ള. ഇപ്പൊ പൊക്കും പിരട്ടായില്ലേ, ഇനി നമ്മൾ അറിയണല്ലോ. പപ്പയുടെ വാലും പൂട്ടും തലയില്. ഇനി നമ്മള് ഷെർക്കിന്റെ കടമ്പാണ്. ഷർക്ക് ഷർക്ക് അതന്നെ ആരും കയറി അതിന്റെ ഉള്ളില്. പിന്നെ അതിന്റെ ഉള്ളിൽ അതിന്റെ പല്ല് അതിന്റെ ഫ്രണ്ടില് കാണാൻ അതിന്റെ താഴെ വെച്ചാണ് പല്ല്. അതാണ് ആ പെണ്ണിന്റെ പിന്നാലെ പോണേന്ന് എനിക്ക് തോന്നുന്നു. നീണ്ട കാലത്ത് കാത്തിരിപ്പിന് ശേഷം അല്ലേ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോസസ് ടോക്ക് സ്ട്രീറ്റ്. അപ്പൊ കഴിഞ്ഞ വ്ലോഗ് എന്തായാലും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഒരു ഹോട്ടലിൽ ഒരു 1 നൈറ്റ് സ്റ്റേ ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്ട്രെയിറ്റ് പോണത് സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണിത്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെയിറ്റ് പോണത് ഉലൂല ബീച്ച് അല്ലേ? അല്ല, ഉലൂല ബീച്ച് അല്ല, സൺഷൈൻ കോസ്റ്റിലുള്ള സീ ലൈഫ് അല്ലേ? ഉലൂല ബീച്ച് എന്നല്ല നീ അതിനകത്ത് മുലൂലാബ എന്ന അവിടേക്കാണ് നമ്മൾ പോണത്. അവിടെയുള്ള സീ ലൈഫ് സൺഷൈൻ കോസ്റ്റിലുള്ള സീ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് പോണേ. സത്യം പറയുന്ന അവിടെ 11:30 ഷോ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് അവിടെ എത്തുമ്പോഴേക്കും 1:15 2:15 അവിടെ നിന്ന് തീരുകയും ചെയ്യും. അത് ക്ലോസ് ചെയ്യുമ്പോ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തതുകൊണ്ടാണ് നമ്മൾ പോവാന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ അത് ഡ്രോപ്പ് ചെയ്തേനെ. അങ്ങനെ അപ്പൊ നമ്മൾ രാവിലെ എണീറ്റ് നമ്മള് പൂളൊക്കെ കാണാൻ വേണ്ടി പോയോണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടൈം കിട്ടിയില്ല ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ കുറച്ച് ഫുഡൊക്കെ പാഴ്സൽ മേടിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോയി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. നീണ്ട കാലത്ത് കാത്തിരിപ്പിന് ശേഷം എന്താ കാത്തിരിപ്പ് എന്ന് പറയാനായിട്ട് എന്താ പറയാ 1.5 മണിക്കൂർ എടുത്ത് നമ്മളിവിടെ എത്താൻ പോകണുള്ളൂ. ഇനി 4 minutes ഓടെ ഉള്ളൂ. ടയേർഡായല്ലോ മീ അല്ല ടയേർഡായല്ലോ. അതന്നെ മുലൂലാബ ബീച്ചിൽ പോണെങ്കിൽ. ബീച്ചിലല്ല, മുലൂലാബ എവിടെയാ പിന്നെ മറുതായി. ബീച്ചല്ല, സീ ലൈഫ് അക്വേറിയത്തിൽ പോവാണ്. സീ ലൈഫ് അക്വേറിയം കാണാൻ വേണ്ടി പോവാണ്. ഇതിന് മുന്നത്തെ വ്ലോഗ് കണ്ടവർക്ക് അറിയാം നമ്മൾ എന്തുകൊണ്ടാണ് ലേറ്റ് ആയെന്ന്. കാര്യം ആ പൂളിൽ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരാനേ തോന്നില്ല. അപ്പൊ നമ്മള് മുലൂലാബ എവിടെയാ? എപ്പോഴും ഞാൻ മറന്നോവാണ് എവിടെ എത്തി. നമ്മൾ മറ്റേ സീ ലൈഫ് അക്വേറിയത്തില് ലാപ്ടോപ്പ് ഒന്നും വേണ്ട, സീ ലൈഫ് അക്വേറിയത്തില് കാണാൻ വേണ്ടിട്ട് വന്നേക്കാണ്. ഇതാണ് കേട്ടാ. മറ്റേ ഇത് തള്ള വൈബല്ല, വൈബ് തള്ള. നമുക്ക് അവിടെ കേറി നമ്മളെ ടിക്കറ്റ്സ് ഒക്കെ കാണിച്ച് കേറി കഴിയുമ്പോ തന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ അതിന്റെ ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ കൊടുത്തേക്കാം. ബൈ ദ വേ, അതുകൊണ്ടാണ് എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റാതെ. നമ്മള് ഇതിനെ കാണാൻ വേണ്ടി വന്നേക്കാം. തെരണ്ടി എന്നല്ലേ പറയണേ? എടുത്തോ, വറക്കാം നമുക്ക്. തെരണ്ടി അതെ, ഫോട്ടോ എടുത്തിട്ട് കാര്യമില്ല, കറി വെക്കണോന്ന്. അത് കലക്കി. അത് നല്ല സുഖല്ലേ? അതെ വേരിയസ് ടൈപ്സ്. കൊള്ളാം. ബാ, നമുക്ക് അടുത്തത് കാണാൻ പോവാം. ഇവിടെ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി. തൊപ്പി പിടിക്കണമല്ലോ, അത് ഓർത്തോട്ട് വെച്ചേക്കാം. അവിടെ വെയിലൊന്നും ഇല്ല എന്തായാലും. അതുകൊണ്ട് അമ്മിയത് സ്റ്റാർ ഫിഷ്. ഇല്ല, അത് വെറുതെ ഡമ്മിയാണ്. ഒന്ന് പോയേ മമ്മി, ജീവനില്ലാണ്ട് നമ്മളോട് വെക്കോ? ലുക്ക് ആൻഡ് ടച്ച് എന്ന് വേണേ തൊട്ട് നോക്കിക്കോ. തൊടാൻ പറ്റേ മമ്മി? തൊട്. ഹാർഡാ? എങ്ങനെ ഡോബിയത്? ഹാർഡാ? ഇതിനെയൊക്കെ തൊടാം. ഇതിനെ തൊടാം മമ്മി. ഇതിനെ തൊട്ടാലോ നമുക്ക്? ആ വെള്ളുവെള്ളൂന്ന് ഇരിക്കണ തൊട്ടാലാ? ഇത് കല്ല് പോലെ ഇരിക്കണല്ലേ?
അതിലെടുക്കരുതെന്ന്, പക്ഷെ അതിനെ തൊടാത്. ഭയങ്കര ഹാർഡ്. ഇതെന്നിട്ടാ സീ ഹോഴ്സ് അതെ, കടൽ കുതിര. അതെ അവരിപ്പൊ തന്നുവിടും. നല്ല രസമല്ല അതിനെ കാണാൻ. ഇവിടെ ഒരാള് ദേ അവിടെ ഒരാള് ദേ. ഡ്രാഗണാ? സീ ഡ്രാഗൺ. സീ ഡ്രാഗൺ എന്നതിനെ പറയണേ. അത് കൊള്ളാട്ടോ, രസം കാണാൻ. ഞാൻ ഓർത്തത് പ്രഗ്നന്റ് ആണ്, അതിന്റെ വയറ് നോക്കി. നല്ല രസമാണ് അതിനെ കാണാൻ. അതെ, ഇതിന്റെ വേറെ ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ, കൊള്ളാം. അതെന്താ? വേറെന്തോ ഒരു മീൻ. നമ്മള് മറ്റേ ഈ മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ മീനുകളല്ലേ? നീ ഒരെണ്ണം നീ അതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നു. വറുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവാ അതിനൊക്കെ. അതെന്താ? പാമ്പ് മീൻ. കൊള്ളാട്ടോ, അത് വായൊക്കെ തുറക്കണോക്കി. ഇപ്പൊ വയലു കയറി പോകും, അത്ര വേണ്ട. അതിന്റെ ഉള്ളിൽ തലയിടാനുള്ള ഒരു സ്പേസ് ആണെന്ന് പറയും. ഇപ്പൊ പപ്പയ്ക്ക് അത് ട്രൈ ചെയ്യണോന്ന് പറഞ്ഞ് അതിന്റെ ഉള്ളിൽ എങ്ങനെയാണ്ടൊക്കെയോ കയറി ചുമ്മാ അത് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ. ഒട്ടും കുറയ്ക്കാണ്ട് ഞാനും കുറച്ചു നേരം കഴിയുമ്പോ ഞാനും കയറി അതിന്റെ ഉള്ളില്. പിന്നെ അതിന്റെ ഉള്ളിൽ കയറി ഇറങ്ങാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് പപ്പയ്ക്ക് മനസ്സിലായില്ലേ? ഇതേ കടലിന്റെ ഉള്ളിലുള്ളേ പ്ലാന്റ്സ് ആണത്. കുറച്ച് ഫിഷിനൊക്കെ കണ്ടിരുന്നു. നമ്മള് ഷെർക്കിനെ കടപ്പാട്. ഷർക്ക് ഷർക്കിന്റെ വൈകി കയറി പോവാം നമുക്ക്. ഓഷ്യൻ ടണല്, ഇതേ ടണലിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോവാണ് നമ്മള്. ടണല് ക്ലോസ്ഡ് ആണല്ലോ. അല്ല ഇതിന്റെ ഉള്ളില്. മമ്മി വായോ കേറ്. മമ്മി മോളിൽ നോക്കിയേ, എങ്ങനെയുണ്ട്? നല്ല രസമുള്ളത്. കറക്റ്റ് മമ്മിയോട് വന്നപ്പോ മോളിൽ കൂടെ പോയി. ഷാർക്ക് പോണു. ഓ തൊടുമമ്മി. പപ്പയുടെ വാലിപ്പോ വിട്ടു തലയില്. കൊള്ള. പപ്പയുടെ അവിടെ നല്ല ഫോട്ടോ കിട്ടൂല. ഒരു ഫോട്ടോ എടുത്ത് ഇവനാ നല്ല രസമുണ്ട്. കറക്റ്റ് ബാക്കിൽ വന്ന് നിൽക്കേണ്ടത്. മമ്മീനെ തിന്നു മമ്മീനെ അടുത്തേക്ക് തിന്ന്. കറക്റ്റ് തലയുടെ മുകളിൽ കൂടെ പോയി. നല്ല രസമുണ്ടല്ലോ അത്. അതിന്റെ കണ്ണൊന്നും ഇങ്ങനെ തുറച്ച് വെക്കണേ. കണ്ണിങ്ങനെ തുറപ്പിച്ച് നിക്കണോ അത്. നല്ല രസമുണ്ട് കാണാൻ. ദൈവമേ, ശരിക്കും നമ്മളീ ഫോട്ടോയില് കാണുന്ന പോലത്തെ ഭയങ്കര വലുതാണത്. ഇത്ര നേരമായിട്ട് അതിനെ കണ്ടില്ലല്ലോ. ശരിയാണ്ടാ. അന്ന് അതിന്റെ പല്ല് അതിന്റെ ഫ്രണ്ടിൽ കാണാൻ, അതിന്റെ താഴെ വെച്ചാണ് പല്ല്. എന്തിനു ക്ലിയർ സ്കിന്നാണ് ഈ മീനുകളുടെ ഒക്കെ അല്ലേ. എന്തിനും എന്തായാലും മമ്മി. നമ്മളെ
നമ്മള് 4 എണ്ണം ഉണ്ടല്ലോ, അത് മതിയെന്ന്. ഇന്നത്തേക്കുള്ള അതാണ് ആ പെണ്ണിന്റെ പിന്നാലെ പോണേന്ന് എനിക്ക് തോന്നുന്നു. സത്യം, എല്ലാ ഷാർക്കും നമ്മുടെ അടുത്താണ്. ഇത് കാണാനല്ലേ വന്നത്. ചെറിയ മീനുകളൊക്കെ കാണാം. കുറച്ചേരം കഴിഞ്ഞപ്പോഴേക്കും പപ്പ പോവാന്ന് പറഞ്ഞോണ്ടിരിക്കായിരുന്നു കേട്ടോ. കാര്യം പപ്പയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഗതി ബീച്ചാണ്. കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് കഴിഞ്ഞ് നമ്മള് ബീച്ചിൽ പോവൂന്ന്. ഷാർക്ക് ചേട്ടാ തിരട്ടി വരുന്നു. തിരട്ടി പോയി വേറെ തിരട്ടി ഇങ്ങോട്ട് വരും. കേട്ടോ, ഞാൻ ഷാർക്കിന്റെ കൂടെ നടന്നാണ് വ്ലോഗ് എടുക്കണേ. ഒരു കാര്യം പോസ്റ്റ് ചെയ്തോണ്ടിരിക്കാണ് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. ഇതിനെ കണ്ടിട്ട് വന്നിട്ട് കുഞ്ഞിനെ കാണുമ്പോ ഒരു ഗുമ്മില്ല. കിണ്ണം കാച്ചി സാധനം ഉണ്ടെന്ന് പറയണ എന്നിട്ടാ പലതരത്തിലുള്ള ഇതാണെന്ന് തോന്നുന്നു. പലതരത്തിലുള്ള ഇത് ഈ സാധനം പലതരത്തിലുള്ള ശരിയാണല്ലോ. അതെന്താണ് സ്റ്റിച്ച് ഇട്ടേടാ? അതെന്തത് അതിന്റെ ഒരു ഹോൾ? അത് നല്ല സുഖല്ലോ കാണാൻ. വേറെ തരം മൊഴി പോലത്തെ സാധനം ഷാർക്ക് മമ്മിയുടെ തലയുടെ മുകളിൽ പറക്കണേ. നിങ്ങൾക്ക് ഇതെല്ലാം കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും മമ്മി നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ പപ്പേനേക്കാളും. ഞാനടുത്ത് ഇതിന്റെ തലേന്ന് വന്നിട്ട് ഈ കിടന്ന് പോയിക്കൊണ്ടിരിക്കണേന്ന്. മീൻ ഉറങ്ങില്ല എന്നല്ലേ പറയണേ? ഭയങ്കര നീട്ടം. ഇതിനൊക്കെ വറക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈ പാൻ പോരാ. കണ്ണിച്ചിരിയുള്ളൂ. ദേ ഒരു മമ്മി തലയുടെ മുകളിലാരണം. എനിക്കൊരു ബേർഡ് പറക്കണ പോലെ. ഫിഷ് ആണെന്ന് തോന്നണില്ല. കണ്ടാ ശരിക്കൊരു ബേർഡ് ഫ്ലൈ ചെയ്യണ പോലെയുണ്ട്. രസമുണ്ട് കാണാൻ. കൊള്ളാട്ടാ. അത് അവള് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ് അവനെ. ഇത് നമുക്ക് പൈസ കൊടുത്ത് അങ്ങനെ കയറാൻ പറ്റുമോ? അങ്ങനെയാണോ? അത് കൊള്ളാല. അപ്പൊ നമ്മള് കടിക്കില്ലേ ഷാർക്കൊന്നും? അടിപൊളി. ആൾക്കാര് കയറിയല്ലേ? ഇതുപോലെ പൈസ കൊടുത്ത് കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റുമെന്ന് ഇങ്ങനെ. അത് കൊള്ളാല. എന്റെ പനി എനിക്ക് പേടിയാണ്. കാരണം ഈ ഷാർക്കൊക്കെ തിന്നില്ല. എന്തൊരു വലിയ ഷാർക്കുകളി നമ്മളവിടെ കണ്ടേ. കിളിയെന്ന് വിചാരിച്ചു, പക്ഷെ അത് പെങ്കിനാണ്. പെങ്കിൻ. എനിക്ക് തോന്നുന്നു ഇതിന്റെ മോളിലേക്ക് പോയാലാണ് പെങ്കിൻ എന്ന് പറഞ്ഞത്. നമ്മൾ ഇത് കാണാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ കാണിക്കാൻ വേണ്ടിട്ട് അത് ആരുമില്ല. ഇതെന്താത്? പ്ലീസ് ഡു നോട്ട് ടച്ച് ദ അനിമൽസ്. തൊടാൻ പാടില്ല. എന്നാലും നമ്മള് സ്റ്റാർ ഫിഷിനെ തൊട്ടു അല്ലേ? സ്റ്റാർ ഫിഷിനെ തൊട്ടു നമ്മള്. അതാ ഇതിപ്പോ ഇരുന്നിട്ടേ അതേതാ ഇതേതാന്ന് മനസ്സിലാവുള്ള. അതെന്ത്? അതാണ് സീല്. അല്ല ഇത് സീല്. അത് തിരിഞ്ഞു മറിഞ്ഞൊക്കെ വന്നെ. അതാ അവള് മിസ് ചെയ്തത്. തിരിഞ്ഞു മറിഞ്ഞേ രസമുണ്ട്. ചേട്ടാ ഒന്ന് മിസ്സായത് നമ്മള്. ഇതുപോലെയൊക്കെ അവര് കാണിച്ചതേനെ. നല്ല രസമാണ്. അത് തിരിഞ്ഞു മറിഞ്ഞു പോണാൻ വേണ്ടിട്ട്. ചേച്ചി വിളിച്ചപ്പോ ചേച്ചിനെയും കൂടെ
നമ്മളത് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവന്മാര് കിടന്ന് കാണിക്കണം. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും. അതാ തിരിഞ്ഞു പോളെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ, എന്ത് രസം കാണാൻ. ഒരേപോലെ തന്നെ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മടിക്കില്ലേ ഇപ്പൊ തിരിയും ഇതേ പോളി. വാ അത് പൊളി അതന്നെ അത് കളിക്കി അത് രസമുണ്ടായിരുന്നു. അത് പോയി. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ വേറെ എന്തോ വലിയ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എവിടെ രണ്ടുപേരെ കണ്ടപ്പോ അത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണോ മലയാളികളാണോ എന്നുള്ള ഒരു ചർച്ചയിലായിരുന്നു അത്. ആവോ അത് കണ്ണടച്ച് പിടിച്ചല്ലോ എന്നെ അച്ചട പോയി. എങ്ങനെ കാണണേവോ ആർക്കറിയാം. അതാര് പറഞ്ഞേ? കണ്ണടച്ച് പറക്കാനാ പഠിച്ചത്. ആണെന്ന് ഇവിടുത്തെ വ്യൂ ആണെങ്കിൽ ഇതിന്റെ മുകളിലത്തെ വ്യൂ ആണ് ഇവിടെ അവര് ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാനോർത്ത് ഇതിന്റെ ഓരോ കുഞ്ഞു പെങ്കിന്റെ ഉള്ളിലും എന്തൊട്ട് ഈ ടാഗ് കിടക്കണേന്ന്. ഇവരുടെ ഇവരാരാന്ന് തിരിച്ചറിയാൻ വേണ്ടിട്ട് കൊള്ളാം. നൈസായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. വൃത്തിയിടണം. എന്നോട് ഇരിപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ വയസ്സായി തോന്നണല്ല. എന്താ വളർച്ച മുരടിച്ചേക്കാണ് അതിന്റെ. ഇതെല്ലാം ചെറുതാണല്ലപ്പേ. നമ്മളവിടെ വെച്ച് കണ്ടേന്റെ താഴേന്നുള്ള വ്യൂ, മോളിൽ നിന്നുള്ള വ്യൂ ആണത്. നമ്മളവിടെ വെച്ച് കണ്ടവന്മാരെല്ലാവരും ഉണ്ട്. അവിടെ ഒരെണ്ണം കിടക്കണണ്ട. മമ്മി പറഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത്. അതിന് വയ്യാണ്ടായിട്ട് കിടക്കണതാണ്. അതിൻ്റെ മുകളിലും ഒരെണ്ണം ഉണ്ട്. അതിൻ്റെ മുകളിലും കൊള്ളാം. രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് സീയുടെ സീലിൻ്റെ ഷോയൊക്കെ നടത്തണം. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വന്നപ്പോൾ ലേറ്റായിപ്പോയി. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. പ്ലേഫുൾ സീൽസ് കാണാൻ പറ്റത്തില്ല. നമുക്ക് ജെല്ലി ഫിഷിനെ കാണാൻ വേണ്ടി പോവാം. ഒരു ഐസ്ക്രീം മേടിക്കാം. കട്ട്ലേറ്റാ പപ്സ്. ഐസ്ക്രീമിന്റെ കാര്യത്തിൽ ഞാനും മമ്മിയും അമ്മച്ചിയും ഒറ്റക്കെട്ടാണ്. കാര്യം ഞങ്ങൾക്ക് 3 പേർക്കും ഇത് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ്. എനിക്ക് ചെറുതായിട്ട് കോൾഡ് പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഐസ്ക്രീം നൈസായിട്ടൊന്ന് അവോയ്ഡ് ചെയ്യാൻ ഞാൻ നോക്കണുണ്ട്. ഈ സാധനത്തിന്റെ പേരെന്താണെന്ന് അറിയാൻ പാടില്ലെങ്കിലും ഓസ്ട്രേലിയയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും റോഡിലൊക്കെ ഇതിനെ കാണാറുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ സാധനം കാണാൻ വേണ്ടി പോവാണ്. സോറി, എന്നിട്ട് കാണാൻ പോണെന്നറിയോ? എന്നിട്ടാ ജെല്ലി ഫിഷിനെ കണ്ടട്ടാ. മലയാളം എനിക്കറിയാൻ പാടില്ല. നമ്മളവിടെ കണ്ടതാണ്. ഇത് അങ്ങോട്ട് പോകുമ്പോഴാണ് ജെല്ലി ഫിഷ്. നമ്മൾ മറ്റേ വീട്ടിലൊരു നീമോ മറ്റേ കാർട്ടൂണിലെ നീമോ മിനി ഇതേ കണ്ട എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? നല്ല സുലീനെ കാണാൻ. ജെല്ലി ഫിഷ് മമ്മി വെറുതെ ഇതാണ്. പക്ഷെ അത് കണ്ടായി പൊങ്ങും താഴെ കണ്ട. അതന്നെ രസം കാണാൻ. സംഭവം ഷാരോൺ പറഞ്ഞ പോലെ ഇത് പ്ലെയിൻ ആണെങ്കിലും ഇതിന് പ്രത്യേകിച്ച് കളറുകളൊന്നും ഇല്ലെങ്കിലും ഇതിന്റെ ആ ലൈറ്റ് എഫക്റ്റ് കൊണ്ട് സംഭവം നല്ല അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ജെല്ലി ഫിഷ്
അപ്സൈഡ് ഡൗൺ സീ ജെല്ലി. ആ അതാണ് തിരിഞ്ഞിടക്കണേ. ഫുഡ് എന്താണോ ഫുഡൊക്കെ നിട്ടണോ? കാണുന്നതിന് നല്ല ഭംഗിയുണ്ട് കാണാൻ. രസമാണ്. ഇതൊക്കെ ഫിഷാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. സത്യം. നമ്മുടെ കൊള്ളാലോ. ജെല്ലി ഫിഷിനെയൊക്കെ കണ്ട് നമ്മളിത് അവിടെ നിന്ന് പോന്ന്. വലിയ വെയിലുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ എന്താ ചുമ്മാ ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് കാണാൻ വേണ്ടി. അതിൻ്റെ ഓപ്പോസിറ്റ് ചുമ്മാ കാണാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. അതിന്റെ ഫ്രണ്ടിൽ തന്നെ അതേ ഇങ്ങനത്തെ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല ഫോട്ടോസൊക്കെ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റി. നമ്മളിതേ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റായ കറീദാബയിലാണ് വന്നത്. നമ്മളങ്ങനെ കുറച്ച് നാനും ബട്ടർ ചിക്കനും അതിൻ്റെ കൂടെ തന്നെ ബിരിയാണിയും പിന്നെ നമ്മളെന്താ ഓർഡർ ചെയ്തത്? ഈ സാധനം, അയ്യോ എന്താ അതിൻ്റെ പേര്, ഗുലാബ് ജാമുനും ഐസ്ക്രീമും കൂടെ ഓർഡർ ചെയ്തു. അവിടെ നിന്ന് നടന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിതേ ഇവിടെ ചുമ്മാ മുലുലാബ, ഇതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്, മുലുലാബ ബീച്ച്. നമുക്കിവിടെ ബീച്ചിൽ ഇറങ്ങണമെന്ന് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഹോട്ടലിലാണല്ലോ സ്റ്റേ ചെയ്തത്. അപ്പം നമ്മൾ ഓൾറെഡി കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ നമ്മൾ പൂളിൽ നനച്ച് കുളിപ്പിച്ചായിരുന്നു അതിന്. അതുകൊണ്ട് വേറെ എക്സ്ട്രാ ഡ്രസ്സസൊന്നും നമ്മൾ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഇവിടെ ഇറങ്ങണ്ട, ചുമ്മാ അവിടെ ഇരുന്ന് ഇതൊക്കെ ഒന്ന് സമാധാനത്തിൽ ഒന്ന് ആസ്വദിച്ച് കാണാമെന്ന്. ലൈഫ് ഗാർഡ് വന്ന് ഫ്ലാഗൊക്കെ ഊരിക്കൊണ്ടുപോയി. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിത് ഈ വീട്ടിൽ പോണ സമയത്താണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്. ഇവിടെ നിന്ന് തൊട്ട് ഇതിലറ്റം വരെ മൊത്തം സെമിസ്റ്റേരിയാണ് ഈ കാണുന്നത്. ഇതിന് മാത്രം ആൾക്കാർ. എനിക്ക് തോന്നുന്നു ഒരു കുഴിയില് ഇതിന്റെ ബാക്കിലൊക്കെ ഉണ്ട്, പക്ഷെ ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കത് കാണാൻ പറ്റണില്ല അൺഫോർച്ചുനേറ്റ്ലി. ചെടികൾ ഉള്ളതുകൊണ്ട്. പക്ഷെ ഈ ചെടികളുടെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റും, ഫോണിൽ കൂടെ കാണാൻ പറ്റണില്ല. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെയും കാണാൻ പറ്റുന്നുണ്ട്. മൊത്തം സെമിസ്റ്റേരിയാണ് ഇതാ കാണണത് മൊത്തം. നമ്മൾ നമ്മുടെ വയറ് നിറച്ചു എന്നല്ലാതെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ വയറ് നിറച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് വണ്ടിക്ക് ഇച്ചിരി ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയേക്കാം. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളല്ലല്ലോ പെട്രോൾ അടിക്കണത്, അവിടെ വേറെ ആൾക്കാരുണ്ടാവുമല്ലോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മമ്മിയുടെ അടുത്ത് ചോദിച്ചായിരുന്നു, മമ്മിക്ക് ഇവിടെ വരുമ്പോൾ പെട്രോൾ അടിക്കണോ എന്നുള്ള കാര്യം നമ്മൾ നാട്ടിൽ വെച്ച് നമ്മൾ അങ്ങനെ ശീലിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ പറ്റണതൊക്കെ. അപ്പൊ അതുകൊണ്ട് മമ്മീനെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കായിരുന്നു. ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതിയാണ് ഇതിനു മുമ്പ് നിങ്ങൾ കണ്ട ആ ഒരു സിംസ്റ്റേരി എന്ന് പറയണത്. എന്ത് വലുതായിരുന്നു എന്നറിയാമോ? ആദ്യം കണ്ടപ്പോ ഒരു കൗതുകം തോന്നി, വെറുതെ എടുത്തതാണെങ്കിൽ പോലും അത് കഴിഞ്ഞ് പിന്നെ വന്നു കഴിഞ്ഞിപ്പോ സിംസ്റ്റേരി അങ്ങനെ നീങ്ങിയിട്ടും തീരണുണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലേ അങ്ങനത്തെ സിംസ്റ്റേരി ഞാനും ആദ്യമായിട്ടാ കാണണേ. മമ്മി പറയായിരുന്നു, മമ്മി ഇങ്ങനെ വിചാരിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനെ കാറിൽ വന്ന് പെട്രോൾ അടിക്കുമെന്നുള്ള കാര്യം. ഇവിടുന്ന് കുറച്ചധികം ദൂരം ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടുന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ ഒരു ഹോട്ടലിൽ സ്റ്റേ ബുക്ക് ചെയ്തത്. ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം പപ്പയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ അതേ നമ്മൾ നാളെ വൈകുന്നേരം ബീച്ചിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷാരോണാണെങ്കിൽ നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രൈവിംഗ് ഉള്ളതുകൊണ്ട് കോഫി കൂടെ മേടിക്കാൻ പോവാണ്. പെട്രോള് അടിച്ച് കോഫി മേടിക്കാൻ വേണ്ടി പോകണം. തുടങ്ങാൻ പോണുള്ളൂ. നീങ്ങി പോണു. മമ്മി പിടിച്ചിരുന്നാട്ടാ. ഇപ്പൊ അത് താഴേക്ക് പോയിട്ട് നമ്മളെ നോക്കും. മമ്മി കാറ് വാഷ് ചെയ്യുന്ന സമയത്ത് കാറിന്റെ അകത്ത് ഇരുന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ നമ്മൾ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. കാറിന്റെ അടിയിലൊക്കെ വാഷ് ചെയ്യണ്ടേ, അതുകൊണ്ട് കാറൊക്കെ പൊക്കൂന്ന്. ചുമ്മാ തമാശ. സോപ്പിടാണ് വണ്ടീനെ കുളിപ്പിക്കാൻ കയറ്റിയേക്കാണ് ഞങ്ങളത് ഇവിടെ വാക്യൂം ഒക്കെ ചെയ്ത് കൊട്ടപ്പനാക്കി. ഇനി നമ്മൾ പുറത്ത് ക്ലീനിങ്ങിന് കയറ്റിയേക്കാണ്. പുറത്ത് വണ്ടി ക്ലീനാക്കി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഷെയറിൻ കോഫി അടിച്ചോണ്ടിരിക്കുന്നു. സൈഡിലത്തെ സാധനം വന്നേണ്ട ഇപ്പൊ പൊക്കും. പിരട്ടായില്ലേ, ഇനി നമ്മൾ അറിയണല്ലോ പൊക്കണത്. ദൈവം പപ്പ കണ്ടതാണ് ഇത് പൊക്കുവല്ലേ.
പപ്പയ്ക്ക് അറിയായിരുന്നു ഇത് പൊക്കൂല എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ ചുമ്മാ അതേ ഇത് പൊങ്ങൂന്ന് പറഞ്ഞ് മമ്മിയുടെ അടുത്ത് പറഞ്ഞപ്പോ പപ്പ അത് സപ്പോർട്ട് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ. ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും ചില സമയത്ത് അതിന്റെ ഉള്ളിലോ തന്നെ ഓരോരോ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ചെറിയ പേട് പോലെയൊക്കെ ആവും, ഇതിനു മുമ്പ് കേൾക്കാത്ത സൗണ്ടുകളൊക്കെ ആണെങ്കിലേ. പക്ഷെ മമ്മിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണതാണോന്ന്. ഞാൻ മമ്മിയോട് പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു നമ്മൾ ശരിക്കും ഇതിന്റെ ഉള്ളിൽ പിടിച്ചൊക്കെ ഇരിക്കണം, കാറ് തിരിച്ചിട്ട് മറിച്ചിടുന്നൊക്കെ. കറക്റ്റ് മമ്മി അത് പൊക്കണതായിട്ട് തോന്നണില്ലല്ലോ എന്ന് പറയാല്ല. അപ്പോഴേക്കും അതിന്റെ എന്തോ ഒരു സാധനത്തിന്റെ ഒരു സൗണ്ട് ഒക്കെ കേട്ടായിരുന്നു കേട്ടോ. ചേട്ടൻ പറഞ്ഞോണ്ടിരിക്കാട്ടോ, ഫ്രീ ആയിട്ട് ഇരുന്നാ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയില്. ഇത് എന്തായാലും എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളത് പ്ലാൻ ചെയ്യാണ്ട് കാർ വാഷ് അങ്ങനെ പിടിച്ചിരിക്കണേ. കാര്യം ഇത് അത്ര പേടിയാവില്ലെങ്കിൽ പോലും ഇതിന്റെ ഉള്ളിലെ ചില സമയത്തുള്ള ചില ചില ശബ്ദങ്ങൾ നമുക്ക് പേടിയാവും കേട്ടോ. പക്ഷെ ഇതിനു മുമ്പ് നമ്മൾ വേറൊരു സ്ഥലത്ത് കാർ വാഷ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ സൗണ്ടുകളൊന്നും കേട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വെറൈറ്റി സൗണ്ടുകളൊക്കെ കേട്ടോണ്ടിരിക്കണേ. നോക്കാണ് നമ്മളെ മയമാണ് നമ്മളെ ദീപ്. നിന്നെയല്ല ഞാൻ അതാ കാണിക്കണേ. നമ്മളങ്ങനെ കോൾസിന് വന്നേക്കാണ്. പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി അവിടെ നിന്ന് മേടിക്കാം. സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് ഇവിടെ നമ്മള് കോൾസിൽ വന്നേക്കാണ്. അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ബ്ലാക്ക് പ്ലം. നമ്മുടെ കിട്ടണതാ. ഒരു കിലോ ആയിട്ടില്ല. നീ മാങ്ങ ഇട്ടോ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വറക്കാം. അല്ല മാങ്ങ ഇട്ടോ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് അത് വറക്കാം. ചെമ്മീൻ ചാറ് മതി എന്നാ. ചെമ്മീൻ ചാറ് മതി. അല്ലെ മമ്മി ആ ഉള്ള മാങ്ങ വെച്ച് വെക്കാൻ പറ്റോ? ഇതിനു മുമ്പൊക്കെ ഷാരോൺ എന്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, ഇത് വേണോ അത് വേണോ, തക്കാളി ഉണ്ടോ സവോളയുണ്ടോ. ഇപ്പൊ മമ്മി വന്നേ പിന്നെ ഞാൻ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട. പക്ഷെ എന്തായാലും പാരന്റ്സ് കൂടെ ഉള്ളതിന്റെ ഒരു പ്രിവിലേജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം റോസസ് ടോക്കസ്ട്രി. ബൈ ബൈ.